ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ ഖുർആൻ കാര്യങ്ങളൊക്കെ ഓതാനും അതിനൊക്കെ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതാ പെൽച്ചക്ക് നീച്ചിട്ട് ഒന്ന് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ പരിപാടികളൊക്കെ തുടങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് ഇതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് എല്ലായിടത്തും തട്ടിക്കൊട്ടി ഒന്ന് വിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ നല്ല സമയം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം ഞാനിപ്പോൾ അങ്ങനെ നല്ലോണം തട്ടിക്കൊട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ആയിട്ടൊന്ന് അടിച്ചോരി ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസം അപ്പോൾ എല്ലാ മൂലയിലും അതുപോലെ തന്നെ ജനലും വാതിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഒരുപാട് പൊടിയുള്ളൊരു സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് വൃത്തികേടാവില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ വീടെപ്പോഴും നല്ല വൃത്തിയിലായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വരട്ടെ. എല്ലാ റൂമും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയാണ്. അടുക്കള നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുക്കളയിലുള്ള കസാര സ്റ്റൂൾ അങ്ങനത്തെ ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് അടിച്ചിട്ട് കഴുകി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പത്തിരിയൊക്കെ തന്നെ ആണോണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ അവർ ഒട്ടിച്ച് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റാറില്ല. ജസ്റ്റ് ഒന്ന് വേഗത്തിൽ തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു സമയം ഇതിനായിട്ട് കണ്ടെത്തിയപ്പോൾ അപ്പം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് പിന്നെ ഞാൻ നല്ലോണം തുടച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ നീന്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നീന്തണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ആദ്യം ഈ വാഷ് ബേസിനാണ് കേട്ടോ ഒന്ന് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും ക്ലീൻ ആക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഷാമ്പു ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കഴുകാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഹാളിൽ വരുമ്പോൾ തന്നെ നല്ല അതിൻ്റെ ഒരു വാസന കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു റീഫ്രഷ് ആണല്ലോ അങ്ങനെ നല്ല സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ ഇവിടെ ഞങ്ങൾ കുഴൽ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബേസിൻ്റെ ഇടയിലും അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ കറ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കറ പോകുന്ന ടിപ്പ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്.
എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് സമയം ഇരിക്കുകയാണ് കേട്ടോ. അവൾ LKG-യിലാണ് പഠിക്കുന്നത്, മാദിൻ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് നിലാവാണ് കേട്ടോ എക്സാം നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അവളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവൾക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ പുസ്തകമൊക്കെ എടുത്തിട്ട് നല്ലതായിട്ട് വായിച്ചൊക്കെ കാണിച്ചു തരികയാണ്. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത സമയത്ത് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ ഓതാനായിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും യാസീൻ ഓതിയിട്ടാണ് കേട്ടോ തുടങ്ങാറുള്ളത്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഈ ഒരു സാധനം വെച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിന്ന് പൊക്കവടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഞരടി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നോമ്പ് തുറക്ക് റെഡിയാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം.